ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിൽ പാർട്ട് 2 വീഡിയോ ആണിത്, പ്രോപ്പർട്ടി പ്ലാനിൻ്റെ എക്യുപ്മെൻറ്റിൻ്റെ. അപ്പോൾ ഇതിൽ മെയിൻ പോർഷനിലേക്ക് കിടക്കുകയാണ് നമ്മൾ കേട്ടോ. ആദ്യത്തെ സെക്ഷൻ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് റെക്കഗ്നേഷൻ. ഓക്കെ, എങ്ങനെയാണ് ഒരു മെഷീനറി അല്ലെങ്കിൽ ബിൽഡിംഗ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് മെഷീനറി ബിൽഡിംഗ് പോലത്തെ അസറ്റുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 2 മെയിൻ കണ്ടീഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഈ 2 കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ, സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യും, അസറ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്താണ് ഈ 2 മെയിൻ കണ്ടീഷൻസ്? വിൽ ഇറ്റ് ബ്രിങ് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ്? ഭാവിയിൽ ബെനിഫിറ്റ് ഈ ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഈ കമ്പനിക്ക് കൊണ്ടുവരുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ കമ്പനി ഇറക്കിയിട്ടുള്ള കാശ്, ഈ പറഞ്ഞ അസറ്റിന് ഭാവിയിൽ തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ? ഓക്കെ, വിൽ ദിസ് ഐറ്റം ഹെൽപ്പ് ദ കമ്പനി ഏൺ മണി ഓർ വർക്ക് ബെറ്റർ ഇൻ ഫ്യൂച്ചർ? അപ്പോൾ യെസ് ആണ്, സാറ്റിസ്ഫൈ ചെയ്യുന്നതിൻ്റെ ഈ കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ, അതായത് ഭാവിയിൽ നമുക്ക് ഈ അസറ്റ് കാരണം ഇൻകം ഇൻഫ്ലോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് ക്യാൻ വി റിലയബിളി മെഷർ ദി കോസ്റ്റ്? ഈ കോസ്റ്റ് നമുക്ക് ആക്യുറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇഫ് വി നോ ദ പ്രൈസ് ഓർ ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ആക്യുറേറ്റ്ലി ദെൻ ദാറ്റ്സ് ദ സെക്കൻഡ്. അതായത് നമുക്കറിയണം നമ്മൾ എത്രയ്ക്കാണ് ഈ സാധനം വാങ്ങിക്കുന്നത്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയണം. ഓക്കെ, കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കറിയണം, എന്നാൽ മാത്രം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആക്യുറേറ്റ്ലി തന്നെ അറിയണം. അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ, ഈ 2 കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ ദെൻ യെസ് വി ക്യാൻ റെക്കോർഡ് ഇറ്റ് ആസ് അസറ്റ്. ഓക്കെ, ഇനി എക്സാമ്പിൾ, എ കമ്പനി ബൈസ് എ മെഷീൻ ഫോർ rupees 10 lakhs. It will be used in production for the next 10 years. Used for production for the next 10 years. The cost is clear here, right? അപ്പോൾ ഇത് നമുക്ക് അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. കാരണം എന്താണ്, ഇത് നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്നുണ്ട്, ബെനിഫിറ്റ് കൊണ്ടുവരുന്നുണ്ട്. കാരണം നമ്മളിത് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് അടുത്ത 10 വർഷം. സോ ദാറ്റ് ഇസ് എ ബെനിഫിറ്റ്. പിന്നെ എന്താണ്, ഇത് നമ്മൾ വാങ്ങിച്ച പ്രൈസ് ആക്യുറേറ്റിൽ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്, 10 lakh ആണ്. അതുകൊണ്ട് ദിസ് മെഷീൻ ഷുഡ് ബി റെക്കോർഡ് ആസ് PPE അസറ്റ്. അണ്ടർസ്റ്റുഡ്? അത്രേ ഉള്ളൂ. ഇനി വാട്ട് കോസ്റ്റ് ആർ ഇൻക്ലൂഡഡ് വെൻ റെക്കോർഡിംഗ് ദി അസറ്റ്? ഈ അസറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കോസ്റ്റാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. ദി അസറ്റ് ഈസ് റെക്കോർഡഡ് അറ്റ് കോസ്റ്റ്, ബട്ട് കോസ്റ്റ് മീൻസ് മോർ ദാൻ ജസ്റ്റ് ദി പർച്ചേസ് പ്രൈസ്. അപ്പോൾ നമ്മൾ കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ പർച്ചേസ് പ്രൈസ് മാത്രമല്ല, ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിത്തിങ് നീഡഡ് ടു ഗെറ്റ് ദി അസറ്റ് റെഡി ഫോർ യൂസ്. ആ അസറ്റ് റെഡി ഫോർ യൂസ് ആക്കുന്ന വരെയുള്ള എല്ലാ കോസ്റ്റും ഉൾപ്പെടുന്ന സംഭവമാണ് എന്ത്, ഈ കോസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവിധ ചിലവുകളും ഉൾപ്പെടുന്ന സംഭവമാണ് എന്ത്, ഈ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പർച്ചേസ് പ്രൈസ് മാത്രമല്ല, കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസറ്റ് റെഡി ഫോർ യൂസ് ആക്കുന്ന വരെയുള്ള എല്ലാ എക്സ്പെൻസസും ഒരുമിച്ച് കൂട്ടി പറയുന്നതാണ് കോസ്റ്റ്. അപ്പോൾ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് പ്രൈസിൻ്റെ ഉള്ളിൽ, ഈ പർച്ചേസ് പ്രൈസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ ആ അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത അല്ലെങ്കിൽ അടയ്ക്കേണ്ടി വന്നിട്ടുള്ള എമൗണ്ട്, ആ അസറ്റിൻ്റെ മാത്രം എമൗണ്ട്. പിന്നെ ചിലപ്പോൾ വല്ല ടാക്സോ ഡ്യൂട്ടീസോ കാര്യങ്ങൾ നമ്മൾ അടിച്ചിട്ടുണ്ടായിരിക്കാം, എന്തെങ്കിലും റിബേറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, അപ്പോൾ അത് ലെസ് അടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ചേർന്നിട്ടുള്ള വാല്യൂ ആയിരിക്കും ഈ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റ് കോസ്റ്റുകൾ, ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ കോസ്റ്റ് ഡയറക്ട്ലി റിക്വയർഡ് ടു ബ്രിങ് ദി അസറ്റ് ടു വർക്കിംഗ് കണ്ടീഷൻ. ഈ അസറ്റിനെ റെഡി ഫോർ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പർച്ചേസ് പ്രൈസ് കഴിഞ്ഞ് പിന്നെ വരുന്ന എക്സ്പെൻസുകൾ, ഓക്കെ, വർക്കിംഗ് കണ്ടീഷനിലേക്ക് അസറ്റിനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്ട്രാ കോസ്റ്റുകളെയാണ് ഇവിടെ ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് സേ നമ്മളൊരു മെഷീൻ വാങ്ങിച്ചു. ഈ മെഷീൻ നമ്മുടെ കമ്പനിയിൽ, നമ്മുടെ ബിസിനസ്സിൽ എന്ത് ചെയ്യണം, അത് സ്ഥാപിക്കണം, ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള വർക്കേഴ്സൊക്കെ വന്നിട്ട് വേണം അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. സോ അവർക്ക് നമ്മൾ സാലറീസ് കൊടുക്കണം, ഈ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്നവർക്ക്. പിന്നെ സൈറ്റ് പ്രിപ്പറേഷൻ, ചിലപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന സംഭവത്തിന് നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ കൊണ്ടുവരേണ്ടി വരും അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് എവിടെ വയ്ക്കാൻ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ സൈറ്റ് പ്രിപ്പറേഷൻ, അതിന് വേണ്ടി കാശ് മുടക്കേണ്ടി വരും. അപ്പോൾ അതും ഇതിൻ്റെ ഈ അസറ്റിൻ്റെ കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ട്രാൻസ്പോർട്ട് ആൻഡ് ഡെലിവറി ചാർജസ്, ഈ പറയുന്ന മെഷീൻ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മുടെ കമ്പനിയുടെ അവിടേക്ക് കൊണ്ടുവരുന്നതിന് ട്രാൻസ്പോർട്ട് ചാർജസ് ഉണ്ട്, അത് ഉൾപ്പെടും. ഇൻസ്റ്റാളേഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ഈ സംഭവം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വിചാരിക്കുന്ന രീതിയിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരുന്ന എക്സ്പെൻസ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ. പ്രൊഫഷണൽ ഫീസ്, എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, അങ്ങനത്തെ ഉള്ള ടീമുകൾക്ക് കൊടുക്കേണ്ടി വരുന്ന ഫീസ്, ഇതൊക്കെ ഈ പറയുന്ന അസറ്റിൻ്റെ ഉള്ളിൽ റെഡി ടു യൂസ് വരെയുള്ള നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും.
ഇനി ഡിസ്മാൻറ്റ്ലിംഗ് ആൻഡ് റിസ്റ്റോറേഷൻ കോസ്റ്റ്. ഇഫ് ദ കമ്പനി മസ്റ്റ് റിമൂവ് ദി അസറ്റ് ആൻഡ് റിസ്റ്റോർ ദ സൈറ്റ് ലേറ്റർ ദാറ്റ് ഫ്യൂച്ചർ കോസ്റ്റ് ഇസ് ഓൾസോ ഇൻക്ലൂഡഡ്. അതായത് ഈ ഒരു അസറ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു 10 വർഷം ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, ആ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. അതായത് നമ്മൾ ഈ ഒരു മെഷീൻ വാങ്ങിക്കുന്നു, ഈ മെഷീൻ അടുത്ത 10 വർഷം നമുക്ക് പ്രൊഡക്ഷൻ വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, അടുത്ത 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം വിൽക്കണം. ഈ സാധനം വിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ടൈപ്പ് മെഷീൻ വാങ്ങിക്കും. അപ്പോൾ ഇത് വിറ്റ് കഴിഞ്ഞിട്ട് ഈ സാധനം എടുത്ത് കൊടുക്കുന്നു, നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഏരിയ കുറച്ചുകൂടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു അസറ്റിന് വേണ്ടി മാത്രം നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ കളയേണ്ടി വരും. ഓക്കെ, അതൊക്കെ മാറ്റി അതൊക്കെ റിമൂവ് ചെയ്തിട്ട് അത് റീസ്റ്റോർ ചെയ്യേണ്ടി വരും. എങ്ങനെയായിരുന്നോ ഈ സൈറ്റ് ആദ്യം ഉണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ചില സമയത്ത് നമുക്ക് അതിൻ്റെ ഒക്കെ ആവശ്യം വേണ്ടി വരും. അപ്പോൾ അത് ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമാണ്, ഭാവിയിൽ നമ്മൾ വിചാരിക്കുകയാണ് നമുക്കത് എക്സ്പെൻസ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അതിനാൽ നമ്മൾ ഈ ഡിസ്മാൻറ്റ്ലിംഗ് ആൻഡ് റിസ്റ്റോറേഷൻ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ വേണം എടുക്കാനായിട്ട്. കാരണം ഭാവിയിൽ നമ്മൾ വിചാരിക്കുകയാണ് ഇങ്ങനൊരു കോസ്റ്റ് ഉണ്ടാവും, നമ്മൾ വിചാരിക്കുന്ന ഒരു കോസ്റ്റാണ് ഈ ഡിസ്മാൻറ്റ്ലിംഗ് ആൻഡ് റിസ്റ്റോറേഷൻ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ, if a company buys a machine, buys for its transport, install it and tests it, all these costs plus the machine price are added together, the total is shown in the books. അതായത് ഒരു കമ്പനി ഒരു മെഷീൻ വാങ്ങിക്കുമ്പോൾ അതിന് ട്രാൻസ്പോർട്ടിന് കാശ് അടിക്കും, അത് ഇൻസ്റ്റാൾ ചെയ്യും, അതിനെ ടെസ്റ്റ് ചെയ്യും. ഈ എല്ലാ കോസ്റ്റും ഇൻക്ലൂഡിങ് ദ മെഷീൻ പ്രൈസ് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ടുഗെദർ ആണ് നമ്മുടെ ബുക്സിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന, ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്ന കോസ്റ്റുകൾ. നമ്മൾ പറഞ്ഞു ഈ അസറ്റിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷനാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്. അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കണം എന്താണ് ഈ കോസ്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന സംഭവം. പർച്ചേസ് പ്രൈസ് മാത്രമാണോ? അല്ല, ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ഉണ്ട്, പിന്നെ ഡിസ്മാൻറ്റ്ലിംഗ് ആൻഡ് റിസ്റ്റോറേഷൻ കോസ്റ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ വേണം എടുക്കാനായിട്ട്. ഓക്കെ, അത്രത്തോളം. ഇനി വാട്ട് കോസ്റ്റ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദി അസറ്റ്സ് വാല്യൂ. എന്തൊക്കെ കോസ്റ്റാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്തത്? അടുത്തത് അതാണ് നോക്കാം. സം കോസ്റ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് പ്രിപ്പയറിംഗ് ദി അസറ്റ് ഫോർ യൂസ്, സോ ദേ ആർ ട്രീറ്റഡ് ആസ് നോർമൽ ബിസിനസ് എക്സ്പെൻസസ്. ചില കോസ്റ്റ് ഈ അസറ്റിനെ റെഡി ടു യൂസ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഈ അസറ്റിനെ റെഡി ടു യൂസ് ആക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളത് ചിലവഴിച്ചിട്ടുള്ളത്, നമ്മുടെ നോർമൽ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരം കോസ്റ്റുകളൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആഡ് ചെയ്യില്ല. ഓക്കെ, സം കോസ്റ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് പ്രിപ്പയറിംഗ് ദി അസറ്റ് ഫോർ യൂസ്. ഈ അസറ്റിനെ നമ്മൾ ഉപയോഗത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കോസ്റ്റ് അല്ല. അത്തരം കോസ്റ്റുകളെ നമ്മൾ നോർമൽ ബിസിനസ് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സെർമണി or inauguration expenses. ഓക്കെ, പിന്നെ അഡ്വർടൈസിങ്, പ്രൊമോഷൻ, ട്രെയിനിങ് സ്റ്റാഫ് ടു യൂസ് ദി അസറ്റ്, പിന്നെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ലൈക്ക് ഓഫീസ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജനറലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ മെഷീന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഓഫീസിലും നമുക്ക് ലൈറ്റും ഫാനും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് ജനറലായിട്ട് വരുന്നൊരു കാര്യമായതുകൊണ്ട് ജനറൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊന്നും ഈ മെഷീൻ്റെ കൂടെ കോസ്റ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ അസറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രത്യേക മെഷീൻ ഉപയോഗിക്കാൻ വേണ്ടി ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കും. കാരണം ഇത് നമ്മൾ ഇതുവരെയായിട്ടും കാണാത്തൊരു കൈൻഡ് ഓഫ് മെഷീനാണ്. അപ്പോൾ ഈ സാധനം യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ട്രെയിനിങ് വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്റ്റാഫിന് കൊടുക്കുമ്പോൾ നമ്മൾ ട്രെയിനിങ് കൊടുക്കില്ല. അപ്പോൾ ആ കോസ്റ്റ്, ഈ സ്റ്റാഫിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് ഒന്നും ഈ പറയുന്ന മെഷീൻ്റെ മേത്ത് വെച്ച് കെട്ടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ, ഇഫ് എ കമ്പനി ഹോൾഡ്സ് എ ബിഗ് ഇവൻറ്റ് ടു ലോഞ്ച് ഇറ്റ്സ് ന്യൂ ഫാക്ടറി. ഒരു കമ്പനി അതിൻ്റെ പുതിയ ഫാക്ടറി ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഈവൻറ്റ് വെക്കുവാണ്. ദ കോസ്റ്റ് ഫോർ ബാനേഴ്സ്, പോസ്റ്റേഴ്സ് ആൻഡ് സ്നാക്സ് ഷുഡ് നോട്ട് ബി ആഡഡ് ടു ദ ബിൽഡിങ്സ് വാല്യൂ. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ വാല്യൂക്ക്, നമ്മൾ ഈ ഫാക്ടറി എന്ന് പറയുന്ന ഈ ബിൽഡിങ്ങിൻ്റെ വാല്യൂക്ക് എന്തൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന ഒരു വലിയൊരു ഈ ഫാക്ടറി ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഈവൻറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈവൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബാനേഴ്സ്, പോസ്റ്റേഴ്സ്, സ്നാക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വരുന്ന ചിലവുകളൊന്നും ഈ പറയുന്ന ബിൽഡിങ്ങിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇതൊക്കെ റെഗുലർ ആയിട്ടുള്ള എക്സ്പെൻസസിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. പക്ഷേ ക്യാപിറ്റലൈസ് ചെയ്യാം എപ്പോഴാണ്, ദി അസറ്റ് ഈസ് ഇംപ്രൂവ്ഡ് ഓർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ഇൻക്രീസസ്. ഈ അസറ്റിലെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ, ഈ അസറ്റിൻ്റെ മേൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് നിങ്ങൾ വരുത്തുന്നുണ്ടോ, അത് നമുക്ക് എന്ത് ചെയ്യാം, അസറ്റിൻ്റെ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ അസറ്റിൻ്റെ ലൈഫിനെ വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സേ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരു മെഷീൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 10 വർഷമാണ്. ബട്ട് നമ്മൾ എന്തോ ഒരു സംഭവം ചെയ്തു, അതിൻ്റെ മേത്ത് എന്തൊരു മോഡിഫിക്കേഷൻ ഇതുപോലെ ചെയ്തപ്പോൾ നമുക്ക്
ഇനി അത് എത്ര വർഷം കൂടി യൂസ് ചെയ്യാം? ഈ 10 എന്നുള്ളത് മാറി നമുക്ക് ഇനി ഒരു 15 ഇയേഴ്സും കൂടി യൂസ് ചെയ്യുന്ന രീതിയിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് എന്ത് ഈ ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മുടെ ബുക്ക് വാല്യൂവിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ലെറ്റ്സ് സേ അസറ്റിൻ്റെ വാല്യൂ 10 ലാക്കാം. ഏതെങ്കിലും ഒരു അസറ്റ് അതിൻ്റെ വാല്യൂ 10 ലാക്കാം. അപ്പോൾ ഇതിൻ്റെ മേത്ത് നമ്മൾ മോഡിഫിക്കേഷൻ നടത്തി, ഈ മെഷീൻ്റെ മേത്ത് മോഡിഫിക്കേഷൻ നടത്തി. അതിൻ്റെ ആ മോഡിഫിക്കേഷൻ നടത്തുമ്പോൾ വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 1,00,000 അപ്പോൾ എന്താണ് ഈ ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 1,00,000 ഈ 10,00,000 കൂടെ ആഡ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റിൽ നമ്മൾ 11,00,000 കാണിക്കുക. ഇതിനെയാണ് ഈ ക്യാപിറ്റലൈസ് എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല പരിപാടി, പിന്നെയാണ് മനസ്സിലായി ഈ വലിയ ക്യാപിറ്റലൈസ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ചിട്ടേ. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത് ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കുഞ്ഞൊരു ഇൻഫർമേഷൻ. ഫൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലൈസ് ചെയ്യും. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കാം, അറിയുന്നുണ്ടായിരിക്കാം, ജസ്റ്റ് ഇൻ കേസ്. ഫൈൻ. അപ്പോൾ അപ്ഗ്രേഡിങ് എ മെഷീൻ ടു മേക്ക് ഇറ്റ് ഫാസ്റ്റർ, അത് നമുക്ക് എന്ത് ചെയ്യാം? അതിന് വേണ്ടി നമുക്ക് ചിലവഴിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. പിന്നെ എക്സ്പെൻസ്, ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എല്ലാ സാധനങ്ങളും നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ എക്സ്പെൻസിലേക്ക് തന്നെ ഇടണം. ഏതാണ്? ഈ പറയുന്ന റെഗുലർ മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ട്, ലൈക്ക് റെഗുലർലി നമ്മൾ ഈ ഒരു മെയിൻ്റനൻസ് പരിപാടി ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് തന്നെ എടുക്കാം. ഓയിൽ ചേഞ്ച്, ക്ലീനിങ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് എടുക്കുക. ഈ പറയുന്ന അസറ്റിൻ്റെ ഈ യൂസ്ഫുൾ ലൈഫിനെയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അപ്ഗ്രേഡേഷൻ വരുവാണെങ്കിൽ മാത്രം ക്യാപിറ്റലൈസ് ചെയ്യുക. ഈ കുഞ്ഞു കുഞ്ഞു ഓയിൽ ചേഞ്ച്, ക്ലീനിങ് കാര്യങ്ങളൊക്കെ റെഗുലർ മെയിൻ്റനൻസിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് എക്സ്പെൻസ് ആയിട്ട് തന്നെ എടുക്കുക. എക്സ്പെൻസ് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് ബാലൻസ് ഷീറ്റ് മാത്രമല്ല മറ്റൊരു സംഭവം ഉണ്ട്, എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇവിടെ ട്രേഡിങ്, ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളിത് ഇവിടെ കാണിക്കും, എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിക്കും. അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. അതാണ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. അത്രേ ഉള്ളൂ. ഇനി ഒബ്ജക്റ്റീവ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, തെറ്റി വന്നതാണ് കേട്ടോ. അവിടെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഇനി അത് വേറെ നോക്കേണ്ട കാര്യമില്ല. അടുത്തതാണ് മെഷർമെൻറ്റ് മോഡൽസ്. ഓക്കെ, അപ്പോൾ മെഷർമെൻറ്റ് മോഡൽസ്, ഈ അസറ്റിനെ മെഷർ ചെയ്യാൻ നമുക്ക് 2 മോഡൽസാണ് ഉള്ളത്. എന്തൊക്കെയാണ്? കോസ്റ്റ് മോഡലും റീവാലുവേഷൻ മോഡലും. അപ്പോൾ കോസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് നമ്മൾ കോസ്റ്റിലാണ് കാണിക്കുക. ഈ കോസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രിസിയേഷൻ കുറയ്ക്കും, ഇമ്പയർമെൻറ്റ് ലോസ് കുറയ്ക്കും. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എന്നിട്ട് വരുന്ന വാല്യൂ ആണ് നമ്മൾ കാണിക്കുക. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഒരു അസറ്റിന് 1,00,000 രൂപയുണ്ട് എന്ന് വിചാരിക്കാം നമ്മൾ. ഓക്കെ, വാല്യൂ ബുക്ക് വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് 10,000 രൂപയാണ് ഇതിൻ്റെ ഡിപ്രിസിയേഷൻ. ഓക്കെ, ഇമ്പയർമെൻറ്റ് ലോസ് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. 1,00,000 രൂപയുടെ അസറ്റ്, 9,000 റുപ്പീസ് ഡിപ്രിസിയേഷൻ, 1,000 റുപ്പീസ് ഇമ്പയർമെൻറ്റ് എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ബുക്ക് വാല്യൂ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ കാണിക്കുന്ന വാല്യൂ എന്തായിരിക്കും? 1,00,000 മൈനസ് 9,000 മൈനസ് 1,000 എന്തായിരിക്കും? 90,000 ആയിരിക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമുക്ക് കാണാൻ പറ്റുന്ന ബുക്ക് വാല്യൂ. ആ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ അസറ്റിനെ കാണാൻ പറ്റുന്ന വാല്യൂ 90,000 ആയിരിക്കും. അതാണ് കോസ്റ്റ് മോഡൽ. റീവാലുവേഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് നമ്മളെപ്പോഴും ഫെയർ മാർക്കറ്റ് വാല്യൂവിലായിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്താണ് ഈ ഫെയർ മാർക്കറ്റ് വാല്യൂ. നമ്മൾ ഈ സംഭവം ഡിസ്കസ് ചെയ്യുന്ന സമയത്തെ കുറച്ച് ടേംസ് ഒക്കെ ഡിസ്കസ് ചെയ്തില്ല നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോയിൽ. അവിടെ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഈ ഫെയർ മാർക്കറ്റ് വാല്യൂ. ഈ പറയുന്ന അസറ്റ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുവാണ്, സാധാരണ എനിക്കൊരു ഇൻഫ്ലുവൻസും ഇല്ലാത്തൊരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? അതാണ് ഫെയർ മാർക്കറ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അസറ്റ് ഓൾറെഡി വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ റീവാലുവേഷൻ മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഡിപ്രിസിയേഷൻ എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 90,000 ആണ് വരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, 90,000 ആണ് ശരിക്കും ബുക്ക് വാല്യൂ വരുന്നത്. പക്ഷേ നമ്മൾ റീവാലുവേഷൻ മോഡലാണ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് നോക്കും? ഈ സാധനം, ഈ അസറ്റ് ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇത് ഫസ്റ്റ് ഇയർ എൻഡാണ്. ഓക്കെ, ഫസ്റ്റ് ഇയർ എൻഡിന് 90,000 ആണ് നമ്മുടെ കയ്യിൽ. ഈ അസറ്റിൻ്റെ ബാലൻസ് ഷീറ്റിൽ നോക്കുമ്പോൾ കാണുന്ന വാല്യൂ 90,000. ഈ ഫസ്റ്റ് ഇയർ എൻഡിൽ തന്നെ നമ്മൾ പുറത്ത് വാല്യൂ നോക്കിയപ്പോൾ, ഔട്ട്സൈഡ് മാർക്കറ്റിലെ വാല്യൂ നോക്കിയപ്പോൾ, അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂ നോക്കിയപ്പോൾ ഈ സാധനത്തിന് 1,00,000 രൂപ.
പക്ഷെ നമ്മുടെ ഇവിടെ ബുക്ക് വാല്യൂലെ നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ 90,000 കാണാനുള്ളൂ. പക്ഷേ ഔട്ട്സൈഡ് മാർക്കറ്റിൽ ഈ സാധനത്തിന് 1,00,000 രൂപയുണ്ട്, 1,00,000 രൂപയുണ്ട്. അപ്പോൾ നമ്മൾ റീവാലുവേഷൻ മോഡലാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിഫറൻസ് ഉണ്ടല്ലോ 1,00,000 മൈനസ് 90,000, അതായത് എത്രയാണ് 10,000. ഈ 10,000 എവിടേക്ക് പോകും? അസറ്റിൻ്റെ വാല്യൂ കയറല്ലേ ചെയ്തത്, നമ്മൾ 90,000 കാണിച്ചത്, പക്ഷേ മാർക്കറ്റിൽ എന്താണ് 1,00,000 ആണ്. അപ്പോൾ 10,000 കൂട്ടണം. 10,000 കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറഞ്ഞൊരു സാധനം വരും. ഓക്കെ, റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറഞ്ഞൊരു റിസർവ്. ഓക്കെ, അപ്പോൾ ഈ 10,000 നമ്മൾ അവിടേക്ക് മാറ്റും. ഈ 10,000 നമ്മൾ അവിടേക്ക് മാറ്റും. അപ്പോൾ ഇത് എന്തിനാണ് മാറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ റീവാലുവേഷൻ മോഡൽ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കാണിക്കുമ്പോൾ എപ്പോഴും ഫെയർ മാർക്കറ്റ് വാല്യൂവിലാണ് കാണിക്കുക. അപ്പോൾ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം 90,000 ആണ് വരേണ്ടത്, 90,000 വരേണ്ടത്. പക്ഷേ ഔട്ട്സൈഡ് മാർക്കറ്റിൽ നമ്മൾ നോക്കിയപ്പോൾ സാധനത്തിന് 1,00,000 രൂപയാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ 1,00,000 എന്ന് കാണിക്കും. വെറുതെ അങ്ങനെ നമുക്ക് 1,00,000 കാണിക്കാൻ പറ്റുമോ? നമ്മുടെ ബുക്ക് വാല്യൂവിൽ ശരിക്കും 90,000 ആവേണ്ട സാധനം നമ്മൾ 1,00,000 കാണിച്ചു കഴിഞ്ഞാൽ ഈ ബാലൻസ് ഷീറ്റ് മാച്ച് ആവോ? ബാലൻസ് ആവോ? ഇല്ല, ഈക്വൽ ആവില്ല അല്ലേ? ഇവിടെ ഒരു 10,000, ഇവിടെ 90,000 തന്നെയാണ് കാണിക്കുള്ളൂ. ഓക്കെ, ലെറ്റ്സ് സേ നമുക്കിപ്പോൾ തൽക്കാലം അസറ്റ് മാത്രം ഫോക്കസ് ചെയ്യാം. ഇതൊന്നും ഇവിടെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കേ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സാധനം വന്നു, ഇവിടെയും 90,000, ഇവിടെയും 90,000 ആവേണ്ടത് അല്ലേ? വേറൊരു ഐറ്റം ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പറയണതാണ്. ഓക്കെ, അപ്പോൾ അസറ്റിൽ ഈ ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ 1,00,000. ഓക്കെ, ഇവിടെ പക്ഷേ ശരിക്കും 90,000 ആവേണ്ട സാധനമാണ്, നമ്മൾ വെറുതെ കയറി അങ്ങ് 1,00,000 എഴുതി വെച്ചേക്കുക. ഇവിടെ 90,000 ലൈബിലിറ്റി സൈഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ 10,000 മിസ്മാച്ച് വരില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈബിലിറ്റി സൈഡിൽ ഈ അസറ്റിൻ്റെ വാല്യൂ ഇവിടെ കൂട്ടിയിട്ട കാരണം, 10,000 റുപ്പീസ് കൂട്ടിയിട്ട കാരണം ആ 10,000 റുപ്പീസ് നമ്മൾ റീവാലുവേഷൻ റിസർവ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെയും 10,000 വരുമ്പോൾ ഇവിടെയും 1,00,000, ഇവിടെയും 1,00,000, അസറ്റിലും 1,00,000, ലൈബിലിറ്റിയിലും 1,00,000. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഈക്വൽ ആവും. മനസ്സിലായ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റിൻ്റെ വാല്യൂ മോളിലേക്ക് പോയാൽ, ദേ ഇവിടെ കാണിച്ചേക്കണ കണ്ട, അസറ്റിൻ്റെ വാല്യൂ മോളിലേക്ക് പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? റീവാലുവേഷൻ സർപ്ലസിൻ്റെ ഉള്ളിലേക്ക് വേണം അത് ഇടാനായിട്ട്. അങ്ങനെ ഇട്ടാലേ നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്താവുള്ളൂ? മാച്ച് ആവുള്ളൂ. ഇനി അസറ്റിൻ്റെ വാല്യൂ താഴേക്കാണ് പോകണമെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസിലായിരിക്കും നമ്മളത് പിടിക്കുക. അപ്പോൾ ഇതിന് ഫർദർ പരിപാടികളുണ്ട് ശരിക്കും. നമ്മൾ ഫൈനലിൽ പോകുമ്പോൾ ഇതിനെ കുറച്ചുകൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അസറ്റിൻ്റെ വാല്യൂ കൂടുന്ന സമയത്ത് റിവാലുവേഷൻ സർപ്ലസിലേക്ക്, ലൈബിലിറ്റി സൈഡിൽ റിവാലുവേഷൻ സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് 10,000 വരും. ഇവിടെ അസറ്റ് നമ്മൾ എന്തില്ല? ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ നമ്മളത് കാണിക്കും അസറ്റ് സൈഡിൽ. ഇനി ലെറ്റ്സ് സേ നേരെ ഓപ്പോസിറ്റാണ് കണ്ടീഷൻ, നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മളെ ബുക്സിൽ 90,000 ആണ് കാണിക്കേണ്ടത്. പക്ഷേ പുറത്ത് ഔട്ട്സൈഡ് മാർക്കറ്റിൽ നോക്കിയപ്പോൾ സാധനത്തിന് 80,000 കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു റീവാലുവേഷൻ മോഡലാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ആണെങ്കിൽ നമ്മൾ ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ വേണം കാണിക്കാൻ. ഓക്കെ, അപ്പോൾ 90,000 വരേണ്ട മുതലിനെ ഞാൻ അസറ്റ് സൈഡിൽ വന്നിട്ട് എന്തായിട്ട് കാണിക്കുക? 80,000 കാണിക്കുക. ഇവിടെ ഇപ്പോൾ ലൈബിലിറ്റി സൈഡിൽ നിങ്ങൾ ടോട്ടൽ നോക്കുമ്പോൾ 90,000 കാണുന്നത്, ഇവിടെ ടോട്ടൽ നോക്കുമ്പോൾ 80,000. അപ്പോൾ വീണ്ടും ഒരു 10,000 മിസ്മാച്ച് വന്നു അല്ലേ? അപ്പോൾ എന്താണ്? ഇവിടുത്തെ 10,000 കുറയണം, ഇവിടുത്തെ 10,000 കുറയണം. അപ്പോൾ അങ്ങനത്തെ അസറ്റിൻ്റെ വാല്യൂ കുറയുന്ന അവസരത്തിൽ നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകുക? മറ്റേ കൂടുന്ന സന്ദർഭത്തിൽ നമ്മൾ റിവാലുവേഷൻ സർപ്ലസിലേക്ക് കൊണ്ടുവന്നു. കുറയുന്ന സന്ദർഭത്തിലോ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പിടിക്കണം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇല്ലേ, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഈ ഒരു സെക്ഷനിൽ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും, ഇവിടെ നമുക്ക് പ്രോഫിറ്റ് വരും, ലോസ് വരും. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് ലോസ് വരും. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് സൈഡിൽ നമ്മൾ എന്ത് കാണിക്കും? ഇങ്ങനെ ഒരു പരിപാടി കാണിക്കും. അതായത് ഇങ്ങനെ അസറ്റ് വാല്യൂ കുറഞ്ഞ കാരണം ഉണ്ടായ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണാൻ പറ്റും ആ ഒരു ഡിഫറൻസ് വാല്യൂ. ഈ 10,000 ഇവിടെയാവും കാണാം. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ എക്സ്പെൻസ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് 10,000 കാണാൻ പറ്റും. അതാണ് നമ്മളെന്ത് പറയുന്നത്? അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് പിടിക്കണമെന്ന്. ആ ഒരു ഡിഫറൻസ് വാല്യൂ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 10,000 ഇവിടെ നിങ്ങൾ തന്നെ പറയും. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എക്സ്പെൻസ് സൈഡിൽ 10,000 എക്സ്ട്രാ 10,000 കാണിച്ചാൽ പ്രോഫിറ്റ് കൂടുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക? എക്സ്പെൻസ് സൈഡിൽ ഒരു എക്സ്ട്രാ 10,000 കാണിച്ചാൽ, ഇപ്പോൾ തൽക്കാലം പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കേ, ഈ എക്സ്ട്രാ 10,000 വന്നു, എക്സ്പെൻസ് വന്നു. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കൂടുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക? കുറയാണല്ലോ ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് സേ നമുക്കിവിടെ എത്രയെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റിനോട് കൂടെ ലെറ്റ്സ് എക്സ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ തൽക്കാലം ഇപ്പോഴത്തെ കറണ്ട് പ്രോഫിറ്റ് ആണ്. ഇപ്പോൾ പുതിയതായിട്ട് നമുക്കൊരു 10,000 രൂപ എക്സ്പെൻസ് വന്നു. അപ്പോൾ ഈ 10,000 രൂപ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും.
ആ പ്രോഫിറ്റിൻ്റെ വാല്യൂ നമ്മൾ എവിടേക്ക് കൊണ്ടുപോകും, ആ സർപ്ലസ് എവിടേക്ക് കൊണ്ടുപോകും, നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൻ്റെ കൂടെ പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ട പ്രോഫിറ്റിലൊരു 10,000 കുറഞ്ഞിട്ടാവും എടുക്കുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ലൈബ്രറി സൈഡ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 80,000 ആവും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 80,000, ഇവിടെ 80,000. ഇതാണ് അതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അസറ്റിൻ്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ റീവാലുവേഷൻ സർപ്ലസിലേക്കാണ് കൊണ്ടുപോവുക, കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ് പിടിക്കുക. സംഭവം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിനാണ് പിടിക്കുക. ഓക്കെ, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലാൻഡ് ഒരു 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമുക്ക് ഡിപ്രിസിയേഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കാം കേട്ടോ, ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ 10 lakh, അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ 10 lakh തന്നെയാണ് കാണേണ്ടത്. ഓക്കെ, കാരണം ഡിപ്രിസിയേഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അസറ്റ് സൈഡിൽ 10 lakh ആണ് കാണുന്നത്. 10 lakh നമ്മൾ അസറ്റ് സൈഡിൽ കാണുന്നതാണ്. പക്ഷേ ഫെയർ മാർക്കറ്റ് വാല്യൂ ഔട്ട്സൈഡ് മാർക്കറ്റിൽ ഈ സാധനത്തിന് വില 2 lakh ആണ്, 12 lakh ആണ്. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിക്കേ, 2 ലക്ഷം ഇൻക്രീസ് ആണല്ലേ ഔട്ട് സൈഡിൽ. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പോൾ 12 lakh കാണിക്കണം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം, ആ 2 lakh നമ്മൾ എവിടെ നിന്നാണ് പിടിക്കണേ, ലൈക്ക് റേസ് ചെയ്യാണല്ലോ, കൂടുവാണല്ലോ. അപ്പോൾ അത് നമ്മൾ റിവാലുവേഷൻ റിസർവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 lakh എക്സ്ട്രാ കാണിക്കും ലയബിലിറ്റി സൈഡിൽ. ഓക്കെ, അങ്ങനെ അടുത്ത സിറ്റുവേഷൻ നോക്കിയേ, 10 lakh എന്ന് പറഞ്ഞ് കാണിക്കേണ്ട സാധനം നമ്മൾ ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ 9 lakh കാണിക്കുന്നത്, ഔട്ട്സൈഡ് മാർക്കറ്റിൽ 9 lakh കാണിക്കുന്നതെങ്കിൽ 10 lakh ആണ് കാണിക്കേണ്ടത്, പക്ഷേ ഇപ്പോൾ 9 lakh കാണിക്കുന്നത്. സോ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മൾ ഫെയർ മാർക്കറ്റ് വാല്യൂ കാണിച്ചു, 9 lakh കാണിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ 1 lakh നമ്മൾ എവിടെ നിന്ന് പിടിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പിടിക്കണം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ് നമ്മൾ പിടിക്കേണ്ടത്. ഫൈൻ, അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത സെക്ഷനാണ് ഡിപ്രിസിയേഷൻ ഓഫ് PPE. ഓക്കെ, അത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രിസിയേഷൻ. ലെറ്റ്സ് റീഡ്. ഈച്ച് മേജർ പാർട്ട് ഓഫ് PPE വിത്ത് എ സിഗ്നിഫിക്കൻറ്റ് കോസ്റ്റ് ഷുഡ് ബി ഡിപ്രിസിയേറ്റഡ് സെപ്പറേറ്റ്ലി. അതായത് നമ്മൾ ഈ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ ഒരു മെഷീനറി ഉണ്ട്. ഈ മെഷീനറിയുടെ ഉള്ളിൽ മറ്റെന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സാധനത്തിന് എന്തെങ്കിലും കേട് വന്നെങ്കിൽ നമ്മൾ സെപ്പറേറ്റ്ലി പോയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ല വിലയുള്ള സംഭവമാണ്. അപ്പം അങ്ങനെ ഈ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഈ ഒരു മെഷീൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മേജർ പാർട്ട്, ഓക്കെ, അതിനെ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഈ പറയുന്ന മെഷീൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ്ലി വേണം ഡിപ്രീസിയേഷൻ കൊടുക്കാൻ. ഇതിൻ്റെ ലൈഫ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഈ മെഷീൻ കേടായാലും ചിലപ്പോൾ ഈ സാധനത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 15 ആയിരിക്കും, ഈ മെഷീൻ്റെ 10 ആയിരിക്കും. അപ്പോൾ ഈ സാധനത്തെ നമ്മൾ സെപ്പറേറ്റ്ലി എന്ത് കാണണം, ഡിപ്രീസിയേഷൻ കാണണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ഈച്ച് മേജർ പാർട്ട്, മറ്റെന്തെങ്കിലും സെപ്പറേറ്റ്ലി എന്തെങ്കിലും മേജർ ആയിട്ടുള്ള എന്തെങ്കിലും പാർട്ട് ഉണ്ടെങ്കിൽ ഈ PPEക്ക് വിത്ത് സിഗ്നിഫിക്കൻറ്റ് കോസ്റ്റ് അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേറ്റഡ് സെപ്പറേറ്റ്ലി, അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിപ്രീസിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ ഈസ് ചാർജ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്കറിയാം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രീസിയേഷൻ അവിടെ കാണാൻ പറ്റും. പിന്നെ വേറൊരു സ്ഥലത്ത് കൂടി കാണാൻ പറ്റും, എവിടെ, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റിൻ്റെ മേത്തുനിന്ന് നമ്മൾ ഈ സാധനം ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസിങ് ക്യാരിങ് എമൗണ്ട് നമ്മളോട് ചെയ്യുക. അപ്പോൾ 2 സൈഡിലാണ് നമ്മൾ കാണുക. ഓക്കെ, ഡിപ്രീസിയേഷൻ നമ്മൾ മെയിൻലി ചാർജ് ചെയ്യുന്ന എവിടെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്. പിന്നെ മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്ന മെത്തേഡുകളാണ്. SLM മെത്തേഡ് ഉണ്ട്, WDV മെത്തേഡ് ഉണ്ട്. SLM മെത്തേഡിൽ എന്താണ് പ്രത്യേകത, എല്ലാ വർഷവും ഡിപ്രിസിയേഷൻ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 10,000 rupeesന് നമ്മൾ ഒരു മെഷീൻ വാങ്ങിക്കുന്നു, അതിന് 5 years ആണ് ലൈഫ്. ലെറ്റ്സ് സേ റെസിജ്വൽ വാല്യൂ ഒന്നും ഇല്ല, അപ്പോൾ 0. അപ്പോൾ എന്താണ്, 10,000 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം 2000 രൂപയാണ് നമ്മൾ ഡിപ്രിസിയേഷനായിട്ട് നമ്മൾ പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് കാണുക, 10,000 ആയിരുന്നു ആദ്യത്തെ വർഷം തുടങ്ങുന്ന സമയത്ത്. ഒരു വർഷത്തിൻ്റെ എൻഡ് ആയപ്പോൾ നമ്മൾ 2000 രൂപ ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് എത്രയാണോ 8,000 ആയിരിക്കും ഫസ്റ്റ് ഇയർ എൻഡിൽ നമ്മൾ കാണുക. പിന്നെ ഈ 2,000 എവിടെ പോവും, ഈ 2,000 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അണ്ടർസ്റ്റുഡ്. ഇനി അതാണ് SLM മെത്തേഡ്, നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. അടുത്തത് WDV മെത്തേഡ്. WDV മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ വർഷങ്ങളിലൊക്കെ ഭയങ്കര ഹൈ ഡിപ്രീസിയേഷൻ ആയിരിക്കും. ഇങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും അത് കുറഞ്ഞ് വരും. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ WDV മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ റേറ്റ് വെച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ ഇവിടെ 1 lakh rupees ഉള്ള ഒരു മെഷീനാണ് എന്ന് വിചാരിക്കുക. സോ 1 lakh rupees ഉള്ള ഒരു മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട്.
1,00,000 രൂപീസുള്ള മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ 5% ആണ് ഡിപ്രീസിയേഷൻ എന്ന് വിചാരിച്ചു. 5% ആണ് ഡിപ്രീസിയേഷൻ. സോ ആദ്യത്തെ വർഷ അവസാനം നമുക്ക് ആദ്യം ഡിപ്രീസിയേഷൻ കാണിച്ചു തരാം. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഇൻറ്റു 5% 5,000 ആണ് നമുക്ക് എന്ത് വരുന്നത്, ഡിപ്രീസിയേഷൻ വരുന്നത്. ഓക്കെ, ആദ്യത്തെ വർഷം ഫസ്റ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ 5,000. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് 1,00,000 ഉണ്ടായിരുന്നു. ഇനി 5,000 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഇയർ ഓഫ് എത്രയായി 95,000 ആയി. ഇനി രണ്ടാമത്തെ വർഷം ഓപ്പണിംഗ് എത്രയായിരിക്കും, 95,000 ആയിരിക്കും അസറ്റിൻ്റെ വാല്യൂ. ഇനി 95,000 മേത്താ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന 5% അപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ 5% അപ്ലൈ ചെയ്തപ്പോൾ ഇപ്പോൾ ഡിപ്രീസിയേഷൻ എത്രയായി 4750. ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും ഈ ഡിപ്രീസിയേഷൻ്റെ വാല്യൂ എന്തായി വരും, കുറഞ്ഞു വരും. റൈറ്റ്, കണ്ട ആദ്യത്തെ വർഷം 5,000 പിന്നെ 4,750 അങ്ങനെ ഓരോ വർഷം കുറഞ്ഞു വരും. അതായത് ആദ്യത്തെ വർഷങ്ങളിൽ ഹൈ ഡിപ്രീസിയേഷനും പിന്നെ അത് കുറഞ്ഞു വരും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ജസ്റ്റ് തിയറി പോലെ നിങ്ങൾ വെറുതെ ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യണം, ഈ മെഷീൻ്റെ യൂസ്ഫുൾ ലൈഫും അതുപോലെ നമ്മൾ ഏത് മെത്തേഡാണ് ഡിപ്രീസിയേഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്യണം ഓരോ വർഷം അവസാനവും. ഇഫ് ദെയർസ് എ ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് ഡിപ്രീസിയേഷൻ, ഈ ഡിപ്രീസിയേഷനിലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എസ്റ്റിമേറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത് അടുത്ത സെക്ഷൻ. അതായത് നമ്മൾ ഈ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റിൽ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടും ചേഞ്ചസ് വരികയാണെന്ന് വിചാരിക്കുക. പിന്നീടും ചേഞ്ചസ് വരുവാണെങ്കിൽ നമ്മളത് എങ്ങനെയാണ് ചെയ്യുക, അതായത് പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ് കോസ്റ്റ് മേ ചേഞ്ച്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള സാധനത്തിൻ്റെ കോസ്റ്റ് ചേഞ്ച് ചെയ്യും. എപ്പോഴാണ് സന്ദർഭങ്ങൾ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതായത് പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് വരും. ചില സമയത്ത് അസറ്റിൻ്റെ വാല്യൂ കൂടുകയോ കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഈ ഭാവിയിൽ നമ്മൾ പറഞ്ഞില്ലേ ഡിസ്മാൻഡ്ലിങ് ഒബ്ലിഗേഷൻ, സൈഡ് റെസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ PV ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതിൽ ചേഞ്ചസ് വരാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോസ്റ്റിൽ നമ്മൾ PPE കോസ്റ്റിലൊക്കെ ഇതൊക്കെ ഉൾപ്പെടുത്തുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത്തരം സാധനങ്ങൾ ഈ 3 സെക്ഷൻസ് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ PVയിൽ നമ്മളിപ്പോൾ ആദ്യത്തെ സമയത്ത് ഇത് റെക്കോർഡ് ചെയ്യണ സമയത്ത് റെക്കോർഡ് ചെയ്ത കോസ്റ്റ് ആയിരിക്കില്ല. പിന്നെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഒരു 3-4 വർഷം കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ അതിൽ വ്യത്യാസം ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. അപ്പോൾ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റിൻ്റെ വാല്യൂവിനോട് കൂടെ കൂട്ടേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും, അങ്ങനത്തെ പരിപാടികളൊക്കെ കാട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതേ അഡീഷണൽ കോസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ചേഞ്ചസ്, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്തു PPE റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ ചേഞ്ചസ് വല്ലതും വന്നു. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് കോസ്റ്റ് മോഡലാണ്. നമ്മൾ പറഞ്ഞില്ലേ മെഷർമെൻറ്റ് മോഡൽസ്, കോസ്റ്റ് മോഡലുണ്ട്, റിവാല്യൂഷൻ മോഡലുണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് കോസ്റ്റ് മോഡലാണെന്ന് വിചാരിക്കാം. കോസ്റ്റ് മോഡലായിട്ട് ആയിരിക്കുന്ന നമ്മൾ കോസ്റ്റ് മോഡൽ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അസറ്റിൻ്റെ വാല്യൂവിൽ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഈ കോസ്റ്റിൽ ഇൻക്രീസ് വന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അസറ്റിൻ്റെ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യും. കോസ്റ്റിന് ഇൻക്രീസ് വന്നില്ല, അപ്പോൾ നമ്മൾ ആ ഇൻക്രീസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അസറ്റിൻ്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യും. കോസ്റ്റ് കുറയാണ് ചെയ്തതെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഇനി റിവാല്യൂഷൻ മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഇത് നമുക്ക് ഈസിയാണ്, ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. റിവാല്യൂഷൻ മോഡലാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയണ അസറ്റിൻ്റെ വാല്യൂ കൂടിയെന്ന് വിചാരിക്കുക. അസറ്റിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ റിവാലുവേഷൻ സർപ്ലസിൽ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ റിവാലുവേഷൻ സർപ്ലസ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ റിവാലുവേഷൻ സർപ്ലസ് ഒന്ന് കുറയ്ക്കും. നമുക്ക് റിവാലുവേഷൻ സർപ്ലസ് ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മളതിനെ എക്സ്പെൻസായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കും. ഇവിടെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതായത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. അതായത് റിവാലുവേഷൻ സർപ്ലസ് എപ്പോഴാണ് വരിക, നമ്മളിപ്പോൾ റിവാലുവേഷൻ മോഡൽ ഫോളോ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട വാല്യൂ 90,000 ആണ്. പക്ഷേ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണ്, 1 lakh ആണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുക 1 lakh ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഈ 10,000 വ്യത്യാസം നമ്മൾ എവിടേക്ക് കൊണ്ടുപോകും, റിവാലുവേഷൻ സർപ്ലസിലേക്ക് കൊണ്ടുപോകും. അതായത് റിവാലുവേഷൻ സർപ്ലസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ റിവാലുവേഷൻ സർപ്ലസിൻ്റെ ഉള്ളിലേക്ക് 10,000 ഇടും. അങ്ങനെ നമ്മൾ മുൻ വർഷങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലും ഫെയർ മാർക്കറ്റ് വാല്യൂ റെക്കോർഡ് ചെയ്തത് കൊണ്ട് അസറ്റിൻ്റെ വാല്യൂ കൂടുന്ന സന്ദർഭങ്ങളാണല്ലോ റിവാലുവേഷൻ സർപ്ലസ് വരിക. കുറയാണെങ്കിൽ വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ കൂടിയുണ്ട്, ഒരു 10,000 രൂപ ഇങ്ങനെ കൂടിയ കാരണം റിവാലുവേഷൻ സർപ്ലസിൽ തൽക്കാലം 10,000 കിടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നത്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ഒരു 2,000 രൂപ കുറഞ്ഞു എന്ന് വിചാരിച്ചോ. 2,000 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റിവാലുവേഷൻ സർപ്ലസ് നിന്നും 2,000 കുറയ്ക്കണം. എന്നിട്ട് ബാക്കി 8,000 ആയിരിക്കും റിവാലുവേഷൻ സർപ്ലസിൽ നമ്മൾ കാണിക്കുക.
ഓക്കെ, റീവാലുവേഷൻ സർപ്ലസിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ലെറ്റ്സ് സേ നമുക്ക് റീവാലുവേഷൻ സർപ്ലസ് ഇല്ല, അതായത് മുൻ വർഷങ്ങളിൽ നമ്മൾ ഫെയർ മാർക്കറ്റ് വാല്യൂ നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ 90,000 ഉള്ള സാധനം നമ്മൾ 80,000 ആണ് റെക്കോർഡ് ചെയ്തേക്കണത്. 10,000 നമ്മൾ എവിടേക്ക് കൊണ്ടുപോയി കാണിച്ചു? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സന്ദർഭത്തിൽ റീവാലുവേഷൻ സർപ്ലസ് ഉണ്ടായിട്ടില്ല, ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് മുന്നേ ആവശ്യമൊന്നും വന്നിട്ടില്ല. റിവാലുവേഷൻ സർപ്ലസ് എന്ന് പറഞ്ഞ സാധനയെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥകൾ വരുമ്പോൾ നമ്മുടെ അസറ്റിൻ്റെ കോസ്റ്റ് കുറയാണ്, അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ നമ്മളതെന്ത് ചെയ്യും? അതും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എടുക്കും, അത്ര തന്നെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. അതുകൊണ്ടാണ് ഒന്നെങ്കിൽ നമ്മൾ റിവാലുവേഷൻ സർപ്ലസിൽ റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെൻസിൽ റെക്കോർഡ് ചെയ്യുമെന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതുവരെ നമ്മളിപ്പോൾ ഈ സെക്ഷനിൽ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റഡീസ്.